സോ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. സോ അടുത്ത ഭാഗം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറബ് ഇൻവേർഷൻ ആൻഡ് ഗസ്നി അറ്റാക്സ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമ്മളിപ്പോ റീജിയണൽ കിങ്ഡംസ് പറഞ്ഞു, സൗത്ത് ഇന്ത്യൻ പാർട്ടിലുള്ള, അതേപോലെ തന്നെ നോർത്ത് ഇന്ത്യൻ ഭാഗത്തൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ. നോർത്ത് ഇന്ത്യൻ ഭാഗത്ത് ഈ പറയുന്ന അറബ് ഇൻവേർഷന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ട്രൈപാർട്ടിസ്റ്റുകളുടെ അതേ കാലഘട്ടം തന്നെയായിരുന്നു. അതേപോലെ തന്നെ രജിബുത്തിന്റെ എൻഡിങ് പോർഷനിലേക്കും ഈ പറഞ്ഞ പോലെ വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പറയുന്ന ടൈം ഏകദേശം ഏത് ടൈം പീരീഡ് ആണ്? ആർക്കെങ്കിലും ധാരണയുണ്ടോ ഏത് സമയത്താണ് വരുന്നത് എന്നുള്ളത്? ഈ അറബ് ഇൻവേർഷനും കോൺഫ്ലിക്റ്റ് ആയിട്ടുള്ള സോണുകളും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഏകദേശം 1000 AD മുതൽ 1200 AD വരെയുള്ള കാലഘട്ടത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അറ്റാക്കുകളും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് അറബ് ഇൻവേഷൻ ഇവിടെ വരുന്നത് ഫേമസ് ആയിട്ടുള്ള ഒരാളുടെ കാലഘട്ടത്തിലാണ്. ആളുടെ പേര് അറിയാമോ ആർക്കെങ്കിലും? ആദ്യത്തെ അറബ് ഇവിടെ വരുന്നത് ആരാണെന്നുള്ളത്? മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന ഒരാളാണ് 712 AD. ഓക്കെ, അതിനെത്തുന്നതിന് മുൻപ് നമുക്ക് കുറച്ച് ഭാഗങ്ങൾ കണക്ട് ചെയ്യാനുണ്ട്, എങ്കിലേ നിങ്ങൾക്ക് ആ ഭാഗം മനസ്സിലാവും. ഓക്കെ, നമ്മൾ ബേസിക്കലി ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് പറയാം. ആദ്യം എന്താണ് 1000 AD മുതൽ 1200 AD വരെ സംഭവിച്ച ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ആ ഒരു കാലഘട്ടത്തിനെ ശരിക്കും പറയുകയാണെങ്കിൽ ഏജ് ഓഫ് കോൺഫ്ലിക്റ്റ് ആണെന്നാണ് അറിയപ്പെടുന്നത്. ഒന്ന് നമുക്കറിയാം, റീജിയണൽ കിങ്ഡംസിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് തന്നെ ട്രൈപാർട്ടേറ്റ് പവറിന് വേണ്ടി അല്ലെ, പ്രാലാസ്, പ്രതിഹരാസ്, അതേപോലെ രാഷ്ട്രകൂട സഭയിൽ കണ്ടിന്യൂസ്ലി ഫൈറ്റ് ആണ്. ഓക്കെ, ഇൻസൈഡ് ആയിട്ടുള്ള രാജ്യങ്ങൾ ഫൈറ്റ് ആകുന്ന സമയത്ത് സക്സസിന് അപ്പുറത്തേക്ക് എന്തായിരിക്കും ഉണ്ടാവുക? ഡിക്ലൈനിങ് ഫേസ് ആയിരിക്കും ശരിക്കും പറഞ്ഞുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും ആ സമയത്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് പോകുന്നു. എക്സ്പെഷ്യലി പ്രതിഹരാസും ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് വേരിയസ് രജിപുത് സ്റ്റേറ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇതേ കാലഘട്ടത്തിലാണ് എന്ത് ചെയ്യുന്നത്? ടർക്കിഷ് സ്റ്റേറ്റുകൾ നോർത്ത് വെസ്റ്റേൺ പാർട്ട്, അതായത് വെസ്റ്റ് ഏഷ്യൻ ഭാഗത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഈ ഒരു ഭാഗത്ത് ടർക്കിഷ് സ്റ്റേറ്റുകളുടെ എസ്റ്റാബ്ലിഷ്മെന്റ് ടൈം എന്ന് പറയുന്നത്. അപ്പൊ ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് പോസിറ്റീവ് ആസ്പെക്റ്റും, ഒരു സൈഡിൽ നോക്കുന്ന സമയത്ത് എന്താണ് നെഗറ്റീവ് സൈഡിലുള്ള സമയത്ത് എന്തായിരിക്കാം? എക്സ്പെഷ്യലി ഇൻവേർഷന് കുറച്ചും കൂടി ഈസി ആയിരിക്കാം അല്ലെ. ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും? ഇവിടെ ഇൻവേർഡ് ചെയ്യാൻ സാധിക്കും. നമ്മൾ മറ്റു 1-2 എക്സാമ്പിളുകളോട് പറഞ്ഞു അല്ലെ, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളോട് പറഞ്ഞു. ഈ പറയുന്നത് പോലെ തന്നെ എന്താണ് ഗഹഡവലാസ് ഓഫ് കനൂജില് കണക്ഷനൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്. സംയുക്തയും അതേപോലെ തന്നെ പൃഥ്വിരാജ് ചൗഹാൻ തമ്മിലുള്ള പ്രണയവും എങ്ങനെയാണ് വിളിച്ചു വരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് ഉള്ളിൽ തന്നെ എന്താണ് രജിപുത്തിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ഫൈറ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഞാൻ ആദ്യമേ പറഞ്ഞു, രജിപുത്തില് അങ്ങോട്ടും കൂടി യോജിക്കില്ല. കാരണം ഡിസിൻറ്റഗ്രേറ്റ് ചെയ്ത് രജിപുത്ത് ഉണ്ടായതിനു ശേഷം രജിപുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഭയങ്കരമായിട്ട് പ്രശ്നമുണ്ട് ഈ പറയുന്ന കാസ്റ്റ് സിസ്റ്റത്തിന്റെ ബേസിൽ. ഓക്കെ, രണ്ടാമത്തത് അല്ലാത്ത പൊളിറ്റിക്കൽ സിസ്റ്റത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ടർക്കിഷ് സ്റ്റേറ്റുകളുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് റൂത്ത്ലെസ് ആയിട്ടാണ് അവരുടെ രാജ്യം എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടാവുക. അവരുടെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സ്ഥലം അറ്റാക്ക് ചെയ്യുക, പിടിച്ചെടുക്കുക, സാധനങ്ങൾ കൊണ്ടുപോകുക. അതാണ് അവരുടെ മെയിൻ ആക്ടിവിറ്റി. അതായത് ഒരു സ്ഥലം അറ്റാക്ക് ചെയ്യുന്ന നമ്മൾ ബ്രൂട്ടൽ അറ്റാക്ക് ചെയ്യുമ്പോൾ അടുത്ത ആൾക്കാരെ കൊന്നുകളയും. അപ്പോൾ മറ്റൊരു ആസ്പെക്ട് കൂടി പറയുന്നത് അവരുടെ റൂത്ത്ലെസ് ആസ്പെക്ടിന് നമുക്ക് അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം ഹോഴ്സ് ആണ്. വാറിന് ഒരു ഹോഴ്സ് ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. ഇപ്പോൾ ഹോഴ്സ് സ്റ്റാറ്റിക്സ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ വളരെ സ്പീഡായിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? റാപ്പിഡ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ ഈ ഒരു കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ ടർക്കിഷ് വരുന്ന ഒരു കാലഘട്ടം എന്ന് പറയുമ്പോൾ എന്താണ് ടോട്ടലി ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്? ഈ ഒരു ഭാഗം ഭയങ്കരമായിട്ട് എന്താണ് ഇൻസ്റ്റേബിൾ ആയിട്ട് ഇന്ത്യന്റെ പൊസിഷൻ നിൽക്കുന്നു. അതേപോലെ തന്നെ ടർക്കിഷ് ഭാഗം എന്താണ് ഹൈലി സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്നു. സോ ഡെഫിനറ്റ്ലി എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇതിന് എന്ത് പറയുന്നത്? ഏജ് ഓഫ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ടൈം ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം നിങ്ങൾക്ക് ഓക്കെ ആണോ? അപ്പൊ ടർക്കിഷ് അപ്പുറത്തേക്ക് അറബിനുള്ളിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് അറബ് ഇൻവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇസ്ലാം എന്ന് പറയുന്ന റിലിജൻ ഉണ്ടായിട്ടുള്ളത്? അതൊരു വലിയൊരു ചോദ്യമാണല്ലോ. അപ്പൊ ഇസ്ലാം മതം ഉണ്ടാകുന്ന ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കണം. ഓക്കെ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി, ഓവർ ഡീറ്റെയിലിംഗിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, ഞാൻ പറയുന്ന ഒരു കാര്യം മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സോ അറബ് റീജൻ നിങ്ങൾക്ക് അറിയാവുന്ന റീജൻ ആണ്. എവിടെയാണ് അറബ് റീജൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റ് ഏഷ്യൻ ഭാഗത്താണ് അറബ് റീജൻ എന്ന് പറയുന്നത് അല്ലേ. ആ ഒരു ഭാഗത്ത് ഇസ്ലാമിസത്തിന് മുൻപ് എന്തായിരുന്നു എന്നുള്ളതാണ്. ബിഫോർ ഇസ്ലാമിനേഷൻ അതിനെ പ്രീ ഇസ്ലാമിക് അറേബ്യ എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഏകദേശം 7-ാം നൂറ്റാണ്ടിന്റെ ആദ്യ കാലഘട്ടത്തിലൊക്കെ അവസാന കാലഘട്ടത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ മധ്യ കാലഘട്ടത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിസം ജനറേറ്റ് ചെയ്യുന്നത്. 1622 കാലഘട്ടത്തിലേക്കാണ് എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിസം ഡെവലപ്പ് ആവുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. അതിന് മുൻപ് ശരിക്കും പറയുകയാണെങ്കിൽ ആ അറേബ്യൻ ഭാഗം എന്ന് പറയുന്നത് ഹൈലി മൈഗ്രേഷൻ ആസ്പെക്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ജ്യോതിഷമുണ്ട്, പാങ്കൻസ് ഉണ്ട്, എറിയാനീസ് മതങ്ങളുണ്ട്, ഒരുപാട് മതങ്ങൾ കൂടിച്ചേർന്നിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. സോ ആ ബേസിക് ഏരിയ എന്ന് പറയുന്നത് ക്രിസ്ത്യാനിറ്റി ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ചില ഭാഗങ്ങൾ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ബൈസന്റൈൻ എംപയർ എന്ന് കേട്ടിട്ടുണ്ടോ?
ഈസ്റ്റേൺ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ സസേനിയൻ എംപയർ ആണ്, പേർഷ്യൻ ഡൈനാസ്റ്റി എന്ന് പറഞ്ഞാൽ മറ്റൊരു ഭാഗം. ഈ രണ്ട് ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, അന്നത്തെ കാലത്ത് അറേബ്യ ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അവിടെ ഒരുപാട് ഗോത്രങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരുടെ മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അവർ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന ഭാഗം എന്ന് പറയുന്നത് ട്രൈബൽ ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ പ്രകൃതി ദൈവങ്ങളെയാണ് അവർ ആ കാലഘട്ടത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ആ കാലഘട്ടത്തിൽ മെയിൻ ആയിട്ട് ഒരു ട്രൈബൽ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ട്രൈബൽ ഗ്രൂപ്പ് ഇസ് നോൺ ആസ് മെഡോണിസ് എന്ന് പറയും. ഓക്കെ, ഈ ഒരു ട്രൈബൽ ഗ്രൂപ്പ് ശരിക്കും പറയുകയാണെങ്കിൽ ആ കാലത്തുള്ള ഗ്രാമവാസികളാണ്. ഇതിനുള്ളിൽ തന്നെ ട്രൈബൽ വാറുകൾ ഒരുപാട് കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ ട്രൈബൽ വാറുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സമയമാണ് ഈ പറഞ്ഞ മക്ക മദീന ഭാഗത്തേക്കൊക്കെ 7-ാം നൂറ്റാണ്ടിന്റെ കാലഘട്ടത്തിൽ ജ്യോതിഷം എന്ത് ചെയ്യുന്നുണ്ട്, മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ജ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഭാഗത്ത് ഡോമിനേറ്റ് ചെയ്ത് വരുന്നുണ്ട്. അത് സെയിം സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മെഡോണിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ട്രൈബൽ ഗ്രൂപ്പും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അവരുടെ ടൈം അതാണ് ശരിക്കും പറയുകയാണെങ്കിൽ. ഓക്കെ, സോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മള് മക്കയിൽ മദീനയിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു സ്ക്വയർ പോലത്തെ ഇത് കണ്ടിട്ടുണ്ട്, ഒരു വിഗ്രഹം, ഒരു പ്രതിഷ്ഠ ഉണ്ട് അവിടെ. ഓക്കെ, കാബ എന്നാണ് അത് പറയാ. പണ്ട് കാലത്ത് ട്രൈബൽ വിഭാഗങ്ങൾ നിങ്ങൾ കണ്ടിട്ടില്ല, മക്കയിലേക്ക് പോകുന്ന സമയത്തൊക്കെ കാബ ഒരു സ്ക്വയർ സാങ്ക്ടം. ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ളതാണ്, വളരെ പ്യൂരിറ്റി ഉള്ള സാധനമാണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ കാബയിലാണ് ചെയ്യുന്നത് ആളുകൾ പ്രാർത്ഥിക്കുന്നത്. മറ്റൊരു കാര്യം ഒരുപാട് വിഗ്രഹങ്ങൾ ആരാധനകളൊക്കെ ഉണ്ട്. ഇവിടെയുള്ള ഒരു ഗ്രൂപ്പാണ് ഖുറേഷി എന്ന് പറയുന്ന ട്രൈബൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഖുറേഷി എന്ന് പറഞ്ഞ ട്രൈബൽ ഗ്രൂപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഖുറേഷി വംശം, ലൂസിഫർ സിനിമ കണ്ടിട്ടുണ്ടോ? ലൂസിഫറിൽ മോഹൻലാൽ ഖുറേഷി ഗ്രൂപ്പിന്റെ ആളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ സിനിമ കണ്ടിട്ടില്ലേ? ഓക്കെ, ദാറ്റ്സ് ഖുറേഷി. ഓക്കെ, സോ വ്യാപാരമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ്. ഈ ഒരു ഗ്രൂപ്പായിരുന്നു ഖുറേഷി പറയുന്ന ഗ്രൂപ്പായിരുന്നു എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന മക്ക റീജിയൻ മൊത്തം കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഊഹിക്കാം ആ കാലഘട്ടത്തിൽ അവിടെ മെയിൻ ആയിട്ട് അവർ വിശ്വസിച്ചിരുന്ന ഒരു ഗോഡ് ഉണ്ട്, ഹ്യൂബൽ ഗോഡ് എന്ന് പറയും. ഈ ഹ്യൂബൽ ഗോഡിന് 3 മക്കളൊക്കെ ഉണ്ട്, അല്ലാത്ത്, ഓക്കെ, അതേപോലെ മനാത്ത് എന്നൊക്കെ പറഞ്ഞ് 3 മക്കളുണ്ട്. അവിടെ നിങ്ങൾ ഡീറ്റെയിലായിട്ട് പോകണ്ട. ഓക്കെ, അപ്പോൾ അവരുടെ വിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഭയങ്കര സ്കാറ്റേഡ് ആയിരുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് മുഹമ്മദ് എന്ന് പറയുന്ന പ്രൊഫറ്റ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ ആ കാലഘട്ടത്തിൽ അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റികളൊന്നും ശരിയല്ല, അവിടെ കുറെ പ്രോബ്ലംസും കാര്യങ്ങളും വരുന്നുണ്ട്. അതായത് യൂണിറ്റി എന്ന് പറയുന്ന സാധനം അവിടെ ഇല്ല. ഇപ്പൊ ഒരുപാട് ഇഷ്യൂസും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഫൈറ്റ് വരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ല, പാഗൻസ്, അറബ്സ്, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവരെ ആര് വന്നു കഴിഞ്ഞാൽ അവരെ എനിമീസ് ആയിട്ടാണ് കാണുന്നത്. ഒരുപാട് മൈഗ്രേഷൻ അവിടെ വരുന്നുണ്ട്. ഇതൊക്കെ പറയാൻ തുടങ്ങിയ സമയത്ത് ആർക്ക് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്? അവിടെ ഈ പറയുന്ന കാബ കൺട്രോൾ ചെയ്യുന്ന ഖുറേഷി ഗ്രൂപ്പിന് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഖുറേഷി ഗ്രൂപ്പ് എന്ത് ചെയ്യും? പ്രൊഫറ്റ് മുഹമ്മദിനെ അവിടെ നിർത്തുവോ? അദ്ദേഹത്തിന് അവിടെ നിന്ന് ഓടിക്കും. അതല്ലേ സംഭവം ഉണ്ടാവുക. അദ്ദേഹം എന്ത് ചെയ്യുന്നു, മൈഗ്രേറ്റ് ചെയ്തിട്ട് മദീനയിലേക്ക് ഓടിപ്പോകേണ്ട ഒരു സിറ്റുവേഷൻ വരികയാണ്. ഓക്കെ, മക്കാറ്റ് മദീന നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അങ്ങനെ കുറെ ഭാഗങ്ങൾ മൈഗ്രേറ്റ് മദീന. അതിനുശേഷം എന്താണ്, അവിടെ ചെന്നിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ കൺസോൾട്ടേറ്റ് ചെയ്യുകയും കുറെ കാര്യങ്ങൾ ചെയ്യുകയും അത് തിരിച്ചു വരികയൊക്കെ ചെയ്യുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന കലണ്ടറൊക്കെ വരുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇസ്ലാമിക് കലണ്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് 8 വർഷം ലേറ്റർ മുഹമ്മദ് റിട്ടേൺ ചെയ്യുന്നതാണ്. ഈ പറയുന്ന മക്കയിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഭാഗം, മദീനയിൽ നിന്ന് മക്കയിലേക്ക് തിരിച്ചു വരുന്ന ലൊക്കേഷനാണ്. ഇത് 2 സൗദി അറേബ്യയിലെ ലൊക്കേഷനാണ്. ആ സമയത്താണ് ചെയ്യുന്നത് അവരുടെ കലണ്ടറൊക്കെ വരുന്നത്, ഇസ്ലാമിക് കലണ്ടറൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത്. ലേറ്ററിലാണ് എന്ത് ചെയ്യുന്നത്, മുഹമ്മദിനെ എന്തായിട്ട് ഡിക്ലെയർ ചെയ്യുന്നു, പ്രൊഫറ്റ് എന്നുള്ള രീതിയിലേക്ക് ഡിക്ലെയർ ചെയ്യുന്നു. ഓക്കെ, സോ ആ സമയത്താണ് ചെയ്യുന്നത് ഇസ്ലാം മതം എന്ന് പറയുന്ന മതം ഡെവലപ്പ് ആവുന്നത്. ഇസ്ലാം മതം ഡെവലപ്പ് ആവുന്നതിന്റെ മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒറിജിൻ ഓഫ് ഇസ്ലാമിസം അറേബ്യയിൽ ഡെവലപ്പ് ആയിട്ടുണ്ടെങ്കിൽ ഒറ്റ കാര്യം മാത്രമാണ് അവരുടെ മെയിൻ ആയിട്ടുള്ളത്. ഇസ്ലാമിസം എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത് സമാധാനം എന്നാണ്, സമർപ്പണം എന്നാണ് ആ വേർഡിന്റെ എന്താ പറയാ എക്സ്പെൻഷൻ എന്ന്. അപ്പൊ ഉദ്ദേശിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാരണം അന്നത്തെ കാലത്ത് അത്രയും ഇൻസ്റ്റേബിൾ ആയ സമയത്ത് ഒരു സ്റ്റേബിൾ ആയിട്ട് എന്ത് ചെയ്തു, പ്രൊഫറ്റ് മുഹമ്മദ് ആ കാലഘട്ടത്തിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു സ്റ്റെബിലിറ്റി അദ്ദേഹത്തിന് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഖലീഫ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ആകുകയാണ്. ഓക്കെ, ഖലീഫേറ്റ് കോൺസെപ്റ്റ് ഡെവലപ്പ് ആവുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാണെങ്കിൽ പ്രൊഫറ്റ് മുഹമ്മദിന്റെ കാര്യം പറയുകയാണെങ്കിലും നമ്മൾ ബുദ്ധിസത്തില് ശ്രീബുദ്ധൻ എന്ന് പറയുന്നത് പോലെ തന്നെ വളരെ ഫേമസ് ആയിട്ടുള്ള എന്താണ്, അദ്ദേഹത്തിന് 40ാമത്തെ വയസ്സിലൊക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് കൃത്യമായിട്ട് ധാരണയില്ല, അത്രയും നമ്മൾ ഡീപ്പായിട്ട് പോകേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ ബോധോദയം വരികയും അദ്ദേഹം ഈ ഒരു ആക്ടിവിറ്റിയിലേക്ക് വരികയും കൺസോളിഡേറ്റ് ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അത് നിങ്ങൾ ഓർത്തിരിക്കണം. പക്ഷെ നിങ്ങൾ ഓർത്തിക്കേണ്ട ഭാഗം എന്ന് പറയുന്നത് ഇസ്ലാമിസത്തിന് ശേഷം മുഹമ്മദിന് ശേഷം എന്ത് ചെയ്യുന്നു, പ്രൊഫറ്റ് മുഹമ്മദിന് ശേഷം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഖലീഫേറ്റ് എന്ന് പറയുന്ന ഒരു ആശയം ഡെവലപ്പ് ആവും. ഓക്കെ, ഇത്രയും ഭാഗം ഞാൻ പറഞ്ഞത് ഓക്കെയാണ്, നിങ്ങൾക്ക് ഒരു ധാരണ വന്നു എങ്ങനെ കണക്ട് ചെയ്തു എന്നുള്ളത്. ഓക്കെ, ഈ ഖലീഫേറ്റിൽ തന്നെ ഏകദേശം ഈ ഡൈനാസ്റ്റി വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഉമൈദ് എന്ന് പറയും. ഓക്കെ, അബ്ബാസിദ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്, ഉമൈദ് അബ്ബാസിദ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഈ ശരിക്കും പറഞ്ഞ ഉമൈദ് അബ്ബാസിദ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ശരിക്കും പറയുകയാണെങ്കിൽ
വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് മാത്രമല്ല ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. ഈവൻ സ്പെയിനിന്റെ ഭാഗം വരെ അബ്ബാസിദ് ഗ്രൂപ്പ് പിടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉമൈദ് അബ്ബാസിദ് ഗ്രൂപ്പിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ കോൺക്വസ്റ്റ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വരുന്നത്. അതായത് ഇസ്ലാമിസം സ്പ്രെഡ് ചെയ്യുക എന്നുള്ള ഒരു ആശയം വരുന്നതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, അറബുകൾ അവരുടെ രാജ്യങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനുള്ള പ്ലാൻ വരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, ഇദ്ദേഹത്തിന് രാജ്യം എക്സ്പാൻഡ് ചെയ്യണം. ഓക്കെ, പ്രൊഫറ്റ് മുഹമ്മദിന്റെ കാലം കഴിഞ്ഞു, അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്, അബ്ബാസിദ് ഗ്രൂപ്പുകൾ വരുന്നത്. അപ്പൊ അതെന്ത് ചെയ്യുന്നു, ഗ്രാജുവലി എക്സ്പാൻഡ് ചെയ്ത് പോകുക എന്നുള്ള ഒരു ടെൻഡൻസിയാണ് വരുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്, ഒരു ഫോൺ വരുന്നു. ഇപ്പൊ കേൾക്കാമോ? സോറി, അൺമ്യൂട്ട് ആയിപ്പോയി, ഓട്ടോമാറ്റിക്കലി അൺമ്യൂട്ട് ആയിപ്പോയതാ. നിങ്ങൾ എവിടെ വരെ കേട്ടു? ഓക്കെ, ഞാൻ പറഞ്ഞു ഉമൈദ് അബ്ബാസിദിന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന്റെ മെയിൻ ആസ്പെക്ട് എന്ന് പറഞ്ഞ എന്താണ്, ഈ പറയുന്ന പോലെ രാജ്യം എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ്. രാജ്യം എക്സ്പാൻഡ് ചെയ്യുന്ന ഉദ്ദേശം ഇസ്ലാമിസം സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. അദ്ദേഹം എന്ത് ചെയ്തു, അതിന്റെ ഭാഗമായിട്ടാണ് 712 AD മുഹമ്മദ് ബിൻ ഖാസിം എന്ന് പറയുന്ന ആൾ, ഈ പറയുന്ന ഉമൈദ് അബ്ബാസിദിന്റെ ഖലീഫന്റെ കമാൻഡർ ഇൻ ചീഫ് ആയിട്ടുള്ള ആൾ എന്ത് ചെയ്യുന്നു, ഇന്ത്യൻ സൈഡിലേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് ചെയ്യുന്നത്. ആദ്യമായിട്ട് അവര് സിന്ധിലേക്ക് വരുന്നത്. ആ സമയത്ത് സിന്ധ് എന്ന് പറയുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് മനസ്സിലാണെന്നുണ്ടെങ്കിൽ ദിസ് ഇസ് ദ ലൊക്കേഷൻ. ഓക്കെ, അതായത് വേറെ എന്താണ്, ഈ ഭാഗത്ത് നിന്നാണ് വരുന്നത്. ഓക്കെ, ഈ ഭാഗത്ത് സിന്ധിലേക്ക് വരുന്നു. അപ്പൊ സിന്ധ് ആ കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത് രാജ ദാഹിർ എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഓക്കെ, രാജ ദാഹിർ എന്ന് പറയുന്ന ഒരാളാണ് ഭരിച്ചിരുന്നത്. ഈസ് എ ഹിന്ദു റൂളർ. ഓക്കെ, ആ കാലഘട്ടത്തിലെ ലാസ്റ്റ് ഹിന്ദു റൂളറാണ് ശരിക്കും പറഞ്ഞ സിന്ധിലെ. പ്രസന്റ് ഡേ ഓഫ് പാകിസ്ഥാൻ ഭാഗത്താണ് സിന്ധ് വരുന്നത്. ഒരു ബ്രാഹ്മിൻ റൂളർ ആയിരുന്നു രാജ ദാഹിർ എന്ന് പറയുന്നത്. ഓക്കെ, ദാഹിർ ഓഫ് ആരോർ എന്നാണ് അറിയപ്പെടുന്നത്. മഹാരാജ ഓഫ് സിന്ധ് എന്നാണ് പുള്ളിനെ വിളിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ജനങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും ഈ പറയുന്ന ദാഹിറിനോട് ഉണ്ടായിരുന്നില്ല. അത്യാവശ്യം ക്രൂവലായിട്ടായിരുന്നു അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഭരിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ താല്പര്യം ഉണ്ടാവും, സ്വാഭാവികമായിട്ട് ഉണ്ടാവില്ലല്ലോ, നിങ്ങൾക്ക് ഊഹിക്കാം. ഓക്കെ, സമയത്ത് എന്ത് ചെയ്യുന്നു, മുഹമ്മദ് ബിൻ ഖാസിം എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യാൻ വരുന്നു. രാജ ദാഹിറിനെ കൊന്നുകൊണ്ട് അവിടെ വധിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് ആ സ്ഥലങ്ങൾ പിടിച്ചെടുക്കുന്നു. അതുപോലെ തന്നെ മിൽട്ടൺ ഭാഗം കൂടി എന്ത് ചെയ്യുന്നു, പുള്ളി ആ സ്ഥലത്ത് പിടിച്ചെടുക്കുന്നു. അദ്ദേഹം അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് സിന്ധിൽ ഡെവലപ്പ് ചെയ്യുന്നു. ഓക്കെ, അവിടെയാണ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് എന്നല്ല പറയാ, ആ സമയത്ത് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആണ്. ആദ്യത്തെ അറബ് ഇൻവേഷൻ വരുന്നതും ആ ഭാഗത്താണ് വരുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് ബിൻ ഖാസിം ആണ് ആദ്യത്തെ അറബ് ഇൻവേഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത്. ഓക്കെ, ആ നിങ്ങൾക്ക് ആ കണക്ഷൻ കിട്ടുന്ന ഞാൻ വിചാരിക്കുന്നു. എന്തുകൊണ്ട് വന്നു, എങ്ങനെയാണ് മുഹമ്മദ് ബിൻ ഖാസിം വന്നത്, എന്താണ് ഇസ്ലാമിസത്തിന്റെ ബേസ് ഐഡിയ എന്നുള്ളത് ക്ലിയർ ആയോ ഞാൻ ഇത്രയും പറഞ്ഞത്? ഓക്കെ, ഇസ്ലാമിസത്തിന്റെ ബേസ് ആയിട്ട് അപ്പുറത്തേക്ക് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് എന്തുകൊണ്ട് വന്നു എന്നുള്ള കാര്യമാണ്. അവിടെയാണ് നിങ്ങൾക്ക് പ്രാധാന്യം വേണ്ടത്. ഓക്കെ, എന്തുകൊണ്ട് വന്നു എന്നുള്ളത്. ഓക്കെ, മുഹമ്മദ് ബിൻ ഖാസിം വന്നു. സ്വാഭാവികമായിട്ട് സിന്ധ് വന്നു കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ ആരായിരിക്കും, ഹിന്ദുസ് ആയിരിക്കില്ല മെയിൻ പോപ്പുലേഷൻ ഉണ്ടാവുക അല്ലെ. ഹിന്ദു പോപ്പുലേഷൻ ഉണ്ട്, ബാക്കിയുള്ള മുസ്ലിം പോപ്പുലേഷൻസും എല്ലാ പോപ്പുലേഷൻസും അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ്, അവിടുത്തെ ഗ്രൂപ്പിനെ എന്ത് പറയും, പ്രൊട്ടക്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ ആ ഗ്രൂപ്പിനെ സിമ്മീസ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. അതിനെ പ്രൊട്ടക്റ്റഡ് പീപ്പിൾസ് എന്നാണ് അറിയപ്പെടുന്നത്. സിമ്മീസ് എന്ന് പറഞ്ഞ ടേം ഓർത്തിരിക്കണേ, സിമ്മീസ് എന്ന് പറഞ്ഞ ടേം ഓർത്തിരിക്കണം. പിന്നെ അതേപോലെ തന്നെ പ്രത്യേകത എന്ന് പറയുന്നത് മുഹമ്മദ് ബിൻ ഖാസിം അത്യാവശ്യം സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കമാൻഡർ ഇൻ ചീഫ് ആണ്. നല്ല സ്ട്രോങ് ആണ്, നല്ല എഫിഷ്യന്റ് ആണ്. അപ്പൊ ആ സമയത്ത് ഉമൈദിന് ചെറിയൊരു ഇഷ്യൂ വരികയും അദ്ദേഹം എന്ത് ചെയ്യുന്നു, മുഹമ്മദ് ബിൻ ഖാസിനെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ അവിടെ അറബിന്റെ ഒരു ഇൻവേർഷൻ ആസ്പെക്ട് അവിടെ നിന്നു. സിന്ധിന്റെ ഭാഗത്ത് അവിടെ നിന്നു. ഒരുപാട് ഭാഗത്തേക്ക് എക്സ്പാൻഡ് ചെയ്ത് പോയില്ല, അതിന് എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ബിക്കോസ് 2-3 കാര്യമുണ്ട്. അവിടെ പ്രതിഹാര ഡൈനാസ്റ്റിന്റെ പാർട്ടും കൂടി അവിടെ വരുന്നുണ്ട്. ഞാൻ കാലഘട്ടം പറഞ്ഞു ഏകദേശം വരുന്നത് 712 AD അല്ലേ. അപ്പൊ ആ ഭാഗത്ത് എന്താണ്, പ്രതിഹാര ഡൈനാസ്റ്റി വരുന്നുണ്ട്. പ്രതിഹാര ഡൈനാസ്റ്റിനെ കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. പ്രതിഹാര പറഞ്ഞ സമയത്ത് ഞാൻ അറബ് ഇൻവേഷൻ ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പറഞ്ഞു. അത് ഓപ്പോസിറ്റ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞു. ഓക്കെ, നിങ്ങളെ കാലഘട്ടം അത്രയും പവർഫുൾ ആളുടെ ഡൈനാസ്റ്റി അവിടെ ഉണ്ട്. ഇങ്ങോട്ട് എന്ത് ചെയ്യാൻ സാധിക്കില്ല, അവർക്ക് ഇൻവൈഡ് ചെയ്ത് കയറാൻ സാധിക്കില്ല. രണ്ടാമത്തെ കാര്യം, അവർക്ക് തിരിച്ചു പോകേണ്ടി വന്നു. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഉമൈദ് ഖലീഫയെ തിരിച്ചു വിളിച്ചതുകൊണ്ട്. ഓക്കെ, ആൻഡ് മറ്റൊരു കാര്യം കൂടെ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും അറബ് എന്തുണ്ട്, ഇന്ത്യയിലേക്ക് വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവിടുന്ന് ഇന്ത്യൻ മെഡിസിനെ കുറിച്ച്, ഇന്ത്യൻ ആസ്ട്രോളജിയെ കുറിച്ചിട്ട്, ന്യൂമറിക്കൽ സിസ്റ്റത്തെ കുറിച്ച്. കാരണം ഇന്ത്യയിൽ ഓൾറെഡി ഇത് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിരുന്നു. ഈ കാര്യങ്ങളെ കുറിച്ചൊക്കെ, ഇപ്പൊ സ്പേസിനെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് പറയുന്നത് പഠിച്ചിട്ട് അവർ തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസ് ഒക്കെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു.
ഓക്കെ, ഏകദേശം 9th AD സെഞ്ചുറി സമയത്ത് ഈ പറയുന്ന ഖലീഫേറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഡിക്ലൈൻ ചെയ്യുന്നു. ഡിക്ലൈൻ ചെയ്യുന്നതിന്റെ വൺ ഓഫ് ദി മെയിൻ റീസൺ എന്ന് പറയുന്നത്, അറബ് ഖലീഫേറ്റ് ഡിക്ലൈൻ ചെയ്യുന്ന റീസൺ എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉമയ്യദ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ബ്രൂട്ടലായിട്ട് ഈ പറയുന്ന പല പല സ്ഥലങ്ങൾ പിടിച്ചെടുക്കുമ്പോൾ ജനങ്ങൾക്ക് തന്നെ ഉള്ളിൽ പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അബ്ബാസിദ് ഖലീഫേറ്റ് ഡിക്ലൈൻ ചെയ്യുകയും ഒരു ടർക്കിഷ് ഗവർണർഷിപ്പ് വീണ്ടും തിരിച്ചു വരികയും ചെയ്യുന്നു. അതിനുശേഷം ടർക്കിഷ് ഗ്രൂപ്പുകളാണ് ചെയ്യുന്നത് ഖലീഫേറ്റ് സ്ഥാനത്തേക്ക് വരുന്നത്. ഓക്കെ, ദേ ബിക്കം ദി ലാർജസ്റ്റ് പാർട്ട്. ആൻഡ് അതിനുശേഷം ടർക്കിന്റെ കൺട്രോളിലേക്ക് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന ഖലീഫ എന്ന് പറയുന്ന പൊസിഷൻ വരുന്നത്. ഓക്കെ, ഇത്രയും ഭാഗം ഓക്കെ ആണോ? ആ സമയത്ത് ഈ ടർക്കിഷ് ഗവർണറിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായിരുന്നു അൽപിഗിൻ എന്ന് പറയുന്ന ഒരു റൂളർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഗസ്നി എന്ന് പറയുന്നത്. ഓക്കെ, ഈ അൽപിഗിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത് അടുത്ത പ്രധാനപ്പെട്ട സണ്ണിലോ വരുന്നു, സുബുത്കിൻ എന്ന് പറയും. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അദ്ദേഹം വേൾഡ് കോൺകറർ എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം പല സ്ഥലങ്ങളും എക്സ്പാൻഡ് ചെയ്ത് വരുന്നുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ഭാഗത്തേക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്വാ റീജിയൻ അറ്റാക്ക് ചെയ്യുന്നു, ജയപാലിനെ വധിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട്. ആ റീജിയനൊക്കെ അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നൊക്കെയുണ്ട്. ഓക്കെ, ഈ സുബുത്കിന്റെ മകനാണ് മുഹമ്മദ് എന്ന് പറയുന്ന ആള്. അദ്ദേഹമാണ് മുഹമ്മദ് ഗസ്നി. മുഹമ്മദ് ഗസ്നിയായിട്ടുള്ള കണക്ഷൻ കിട്ടിയോ? ഇതിനൊന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യണോ? ആ ഭാഗം ക്ലിയർ ആണോ? അതായത് 9ാം നൂറ്റാണ്ടാകുന്ന സമയത്ത് അറബ് ഖലീഫേറ്റ് കോൺസെപ്റ്റുകൾ ഡിക്ലൈൻ ആവുന്നു. ആ സമയത്താണ് ടർക്കിഷ് ഗ്രൂപ്പുകൾ ആ ഭാഗത്തേക്ക് വരുന്നത്. ടർക്കിഷ് ഗവേണൻസ് ഗ്രൂപ്പുകൾ. നിങ്ങൾ ടർക്ക് എന്നല്ല നിങ്ങൾ എപ്പോഴും പഠിച്ചിട്ടുണ്ടാവുക ആ ഭാഗത്ത് എന്ത് വരുന്ന സമയത്ത്, ഖലീഫേറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് വരുന്ന സമയത്ത് അല്ലെ. അപ്പോൾ ടർക്കിഷ് ഗ്രൂപ്പിൽ ആ സമയത്താണ് ലീഡ് ചെയ്യുന്നത്. ഖലീഫേറ്റുകൾ എന്ത് ചെയ്യുന്നു, ലാർജ്ലി ആ ഭാഗത്തേക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു. അവിടെയുള്ള ടർക്കിഷ് ഗ്രൂപ്പുകളുടെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പായിരുന്നു ഗസ്നി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അതിന്റെ ഹെഡാണ് അലക്കിൻ എന്ന് പറയുന്നത്. അവരാണ് ഗസ്നി ക്യാപിറ്റൽ. അദ്ദേഹത്തിന്റെ മകനാണ് സുബുത്കിൻ എന്ന് പറയുന്നത്. സുബുത്കിന്റെ പേര് തന്നെ വേൾഡ് കോൺകറാണ്. അദ്ദേഹം ഈ വേൾഡ് മൊത്തം എക്സ്പാൻഡ് ചെയ്യാന്നുള്ളൊരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഓക്കെ, ആ സമയത്ത് ഇസ്ലാമിസം സ്പ്രെഡ് ചെയ്യാനുള്ള ആശയം അല്ല ഉള്ളത്. ആശയം മാറി. ഓക്കെ, ആശയം മാറി. അതൊരു പാർട്ട് മാത്രമായി. മറ്റൊരാശയം എന്താണ്, മാക്സിമം ഫിനാൻഷ്യൽ ആസ്പെക്ട്. ഓക്കെ, അതുകൊണ്ട് എക്സ്പാൻഷൻ ചെയ്തു. അദ്ദേഹം ഈ പറയുന്ന പേഷ്വാർ എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്യുന്നു, ജയപാലനെ വധിക്കുന്നു, ആ സ്ഥലം പിടിച്ചെടുക്കുന്നു. ഈ സുബുത്കിന്റെ സമയത്ത് ആ കൂടെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ മകൻ കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് മുഹമ്മദ്. അദ്ദേഹമാണ് മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്നതാണ്. ക്ലിയർ ആണോ ഇത്രയും ഭാഗം? എന്നാലും നിങ്ങൾക്ക് എന്തുകൊണ്ട് വന്നു എന്നും എന്താണ് അവരുടെ ആക്ടിവിറ്റി എന്ന് മനസ്സിലാവുള്ളൂ. ആതിര, അനഘ, അപർണ, ക്ലിയർ? ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്ന ആൾ സുബുത്കിന്റെ മകനാണെന്ന് പറഞ്ഞു. ഓക്കെ, കോൺസ്റ്റന്റ് ആയിട്ട് സെൻട്രലേഷൻ ട്രൈബുകളുമായിട്ട് അറ്റാക്ക് നടക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം ഇന്ത്യയിൽ ഏകദേശം 17 തവണ ഇന്ത്യയിൽ അറ്റാക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഹിന്ദു ഷാഹി കിങ്ഡം ഒക്കെ അദ്ദേഹം അറ്റാക്ക് ചെയ്യുകയും ഏകദേശം അദ്ദേഹത്തിന്റെ ഭാഗം പഞ്ചാബ്, കാബൂൾ ഭാഗത്തേക്കൊക്കെ, അതിപ്പോ നിലവിൽ ഇന്ത്യയുടെ പാർട്ടല്ല. ഓക്കെ, എന്നാൽ പോലും ആ ഭാഗത്തേക്കൊക്കെ അദ്ദേഹം എക്സ്പാൻഡ് ചെയ്ത് ഗസ്നി എംപയർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗസ്നിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം ഒരിക്കലും ഇന്ത്യയിൽ വന്ന് അദ്ദേഹം താമസിച്ചിട്ടില്ല. അദ്ദേഹം യുദ്ധം ചെയ്യും, അദ്ദേഹം തിരിച്ചു പോകും. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു നോർമൽ രീതി എന്ന് പറയുന്നത്. യുദ്ധം ചെയ്യും, തിരിച്ചു പോകും, യുദ്ധം ചെയ്യും, തിരിച്ചു പോകും. ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു നോർമൽ രീതി എന്ന് പറയുന്നത്. ഓക്കെ, സോ അദ്ദേഹം ഇവിടെ വന്ന് അറ്റാക്ക് ചെയ്യും, സ്വത്തുക്കളൊക്കെ പിടിച്ചെടുത്തുണ്ടോ, അതാണ് അദ്ദേഹത്തിന്റെ രീതി. അപ്പൊ യൂഷ്വലി അദ്ദേഹം ഇന്ത്യയിൽ നിൽക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളായിരുന്നില്ല ഗസ്നി എന്ന് പറയുന്നത്. അപ്പൊ ഗസ്നിയുടെ ബാറ്റിൽ നിങ്ങൾ ഓർത്തിരിക്കണം. ആദ്യത്തെ ബാറ്റിൽ എന്ന് പറഞ്ഞാൽ ബാറ്റിൽ ഓഫ് വൈഹിന്ദ് ആണ്. പേഷ്വാ റീജിയനിലാണ് ആ ബാറ്റിൽ വരുന്നത്. ഹിന്ദു ഷാഹി ആർമി ആയിട്ടുള്ള ജയപാലയായിട്ടാണ് എന്ത് ചെയ്യുന്നത് ആ ബാറ്റിൽ. ജയപാല വാസ് ഡിഫീറ്റഡ്. പിന്നെ അദ്ദേഹത്തിന് ആ സ്ഥലത്ത് എന്ത് ചെയ്യുന്നുണ്ട്, കത്തിച്ച് നശിപ്പിച്ച് തിരിച്ചു പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ ജയപാല ആ സമയത്ത് മരിക്കുന്നുണ്ട്. അതിനുശേഷം സെക്കൻഡ് വൈഹിന്ദ് വരുന്നുണ്ട്. അപ്പൊ UPSC നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ളത് ബാറ്റിൽ ഓഫ് വൈഹിന്ദ് ഇസ് റിലേറ്റഡ് ടു UPSC ക്വസ്റ്റ്യൻ ആയിരുന്നു CDSലെ. ഓക്കെ, അത് ശരിക്കും പറഞ്ഞാൽ മുഹമ്മദ് ഗസ്നിയാണ്. അത് മാത്രം ഓർത്തിരുന്നാൽ മതി. ജയപാലയാണ് നിങ്ങൾ ഓർത്തിരിക്കണം ഞാൻ പറയില്ല. ഹിന്ദു ഷാഹി കിങ്ഡം എന്നുള്ള പേര് ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഫാർ ഗുഡ്. ഓക്കെ, രണ്ടാമത് എന്ത് ചെയ്യുന്നു, വീണ്ടും ബാറ്റിൽ ഓഫ് വൈഹിന്ദ് വരുന്നു. മകനായിട്ടുള്ള അനന്തപാലയായിട്ട് വരുന്നത്. ഞാൻ പറഞ്ഞു 17 തവണ അദ്ദേഹം അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അദ്ദേഹം വെറുതെ ഇരിക്കോ, വീണ്ടും അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അനന്തപാല വാസ് ഡിഫീറ്റഡ്. മുഹമ്മദ് ഡിവാസ്റ്റേറ്റഡ് ഹിസ് ക്യാപിറ്റൽ. അതായത് എന്ത് സംഭവിച്ചു, ഈ പറയുന്ന പേഷ്വാ റീജിയൻ കംപ്ലീറ്റ്ലി ആരുടെ കൺട്രോളിലേക്ക് വന്നു, മുഹമ്മദ് ഗസ്നിന്റെ കൺട്രോളിലേക്ക് വന്നു. അദ്ദേഹം അറ്റാക്ക് നിർത്തിയില്ല, അദ്ദേഹം ജമ്മു കാശ്മീർ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, മുഹമ്മദ് പക്ഷേ എന്ത് ചെയ്യുന്നു, ജമ്മു കാശ്മീർ അറ്റാക്ക് ചെയ്തപ്പോൾ അവിടെ നിന്ന് തോൽക്കുന്നുണ്ട് ആ കാലഘട്ടത്തിൽ. ഓക്കെ, ആ കാലഘട്ടത്തിലുള്ള ഡൈനാസ്റ്റി ഉത്പല ഡൈനാസ്റ്റിന്റെ കാലഘട്ടമാണ്, ഓർപ്പിക്കണം. ഓക്കെ, അപ്പൊ അറ്റാക്ക് അവിടെ ഭയങ്കര വെൽത്തുള്ള സ്ഥലമാണ് കാശ്മീർ എന്ന് പറയുന്നത്. സോ ലിറ്ററലി എന്ത് ചെയ്യുന്നു, വീണ്ടും മധുര, കനൂജ് അറ്റാക്ക് വരുന്നു. മുഹമ്മദ് സാക്കഡ് ആൻഡ് പ്ലണ്ടേർഡ് 2 cities ആൻഡ് അവിടുത്തെ ചണ്ടല കിണ്ടസിനൊക്കെ തോൽപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ മുമ്പ് നിങ്ങളോട് പറഞ്ഞു ഓൾറെഡി ഇൻസ്റ്റേബിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഓൾറെഡി അറ്റാക്ക് നടത്തി തിരിച്ചു പോകുന്നുണ്ട്. അവിടെ അദ്ദേഹം നിൽക്കുന്നില്ല, അദ്ദേഹം എന്ത് ചെയ്യുന്നു, സ്ഥലങ്ങൾ അറ്റാക്ക് ചെയ്യുന്നു, അനക്സ് ചെയ്യുന്നു, തിരിച്ചു പോകുന്നു. അങ്ങനെ പല സ്ഥലങ്ങളും, ഇപ്പൊ ലാഹോർ അദ്ദേഹം പിടിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ പല സ്ഥലങ്ങളും അദ്ദേഹം അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പഞ്ചാബ് ഹില്ലുകൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഗുജറാത്ത് ഭാഗത്തേക്ക് റൈഡ് ചെയ്യുന്നുണ്ട്. സോളങ്കി ഡൈനാസ്റ്റി കിങ് ഭീമദേവിയുടെ അറ്റാക്ക് നിങ്ങളോട് ഞാൻ മുമ്പ് പറഞ്ഞു തന്നു. ഓക്കെ, സോമനാഥ ടെമ്പിൾ അറ്റാക്ക് ചെയ്യുന്നു.
ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് ഗസ്നിയൻ അറ്റാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ സോമനാഥ് ടെമ്പിളിലൊക്കെ വന്നിട്ട് അദ്ദേഹം ഒരുപാട് പണവും കാര്യങ്ങളൊക്കെ എടുത്തു കൊണ്ടുപോകുന്നത്. കാരണം ടെമ്പിളിന്റെ അന്നത്തെ കാലത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ഡൈനാസ്റ്റിയുടെ തിങ്ക് ഭാഗം എന്ന് പറയുന്നത് അമ്പലങ്ങളായിരുന്നു ആ കാലഘട്ടത്തിൽ. ബിക്കോസ് എല്ലാ സ്വത്തുക്കളും അമ്പലങ്ങളിലാണ് സൂക്ഷിക്കുക. നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പത്മനാഭസ്വാമി ക്ഷേത്രം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ എന്തുകൊണ്ടാണ് ഇത്രയും സ്വത്തുക്കൾ വന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, അപ്പൊ അതിന് പല കാര്യങ്ങൾ പറയുന്നുണ്ട് ആ ഭാഗത്ത്. ശരിക്കും പറയാൻ ടിപ്പു സുൽത്താന്റെ ഭാഗം വരുമ്പോൾ ഞാൻ പറയാം. അദ്ദേഹത്തിനെ ഭയന്നിട്ട് അവിടേക്ക് ഒളിപ്പിച്ചു വെച്ചെന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും സമ്പാദ്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു വലിയ ഡൈനാസ്റ്റിൻ അറ്റാക്ക് പേടിച്ചിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ടാവാം, ഈ പറയുന്നത് പോലെ സൂക്ഷിക്കുന്നതും ഉണ്ടാവാം. അതും കൂടി നിങ്ങൾ എക്സാമിനേഷൻ പോരഫിൽ ഒന്ന് ഓർത്തിരുന്നത്. കാരണം എന്തുകൊണ്ടാണ് അമ്പലങ്ങൾ ആ ഭാഗത്ത് വരുന്നത്? അപ്പൊ അമ്പലങ്ങളോട് അസോസിയേറ്റ് ചെയ്തിട്ടാണ് ആ ഡൈനാസ്റ്റി മൊത്തം ഉണ്ടാവുക. അപ്പോൾ ഏകദേശം മിഡിയലിസ്റ്റ് ആയ സമയത്ത് അമ്പലങ്ങളായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് ആസ്പെക്ടുകൾ നടക്കുന്നുണ്ട്. എഡ്യൂക്കേഷൻ ആണെങ്കിലും മാരേജ് ആണെങ്കിലും. ഈ ഒരു ആസ്പെക്റ്റിൽ നിന്നാണ് ലിറ്ററലി ഇത് വെൽ എസ്റ്റാബ്ലിഷ് ആയിട്ട് വിജയനഗരയിലേക്ക് വരുന്നത്. കല്യാണ മണ്ഡപാസ്, എഡ്യൂക്കേഷൻ സെന്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വിജയനഗറിലേക്ക് വരുമ്പോൾ അതൊരു എന്താ പറയാ ഒരു സിസ്റ്റമായിട്ട് അങ്ങ് മാറുകയാണ് ആ കാലഘട്ടത്തിൽ. ഓക്കെ, ബാക്കിയുള്ള കാലത്ത് സിസ്റ്റമായിട്ട് മാറിയിട്ടില്ല. അവിടെ എന്താണ് ഈ ആക്ടിവിറ്റി നടക്കുന്നുണ്ടെന്ന് മാത്രം. ഓക്കെ, സോ ഞാൻ എത്രയും പറഞ്ഞത് ഓക്കെയാണോ? കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഈ പറയുന്ന ഭാഗത്ത്? ഓക്കെ, മുഹമ്മദ് ഗസനി ഞാൻ നേരത്തെ പറഞ്ഞു സോമനാഥ് ടെമ്പിൾ അറ്റാക്ക് ചെയ്യുന്നു. അദ്ദേഹം ലാർജ് ബേസ് ഓഫ് അറ്റാക്ക് ആയിരുന്നുണ്ടായിരുന്നത്. സോമനാഥ് ടെമ്പിൾ നമുക്കറിയാം ഡെഡിക്കേറ്റഡ് ശിവ. ലൊക്കേഷൻ എവിടെയാണ്? ഗുജറാത്ത് ഭാഗത്താണ്, കത്തിയവാർ റീജിയൻ ആണ്, സൗരാഷ്ട്ര ഭാഗത്താണ് അത് വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഒരുപാട് വെൽത്ത് ഉള്ള ഒരു അമ്പലം കൂടിയാണത്. ഓക്കെ, മുഹമ്മദ് ശരിക്കും പറയുകയാണെങ്കിൽ ആ സമയത്ത് വന്നിട്ട് ശിവലിംഗം തകർക്കുന്നൊക്കെയുണ്ട് ആ കാലഘട്ടത്തിൽ. ഓക്കെ, ഇപ്പൊ പക്ഷെ എന്താ ഞാൻ മുമ്പ് പറഞ്ഞു നിങ്ങളോട്, ഒരുപാട് സമയത്ത് തകർത്തിട്ടുണ്ടെങ്കിലും അത് വീണ്ടും റീകൺസ്ട്രക്ട് വരുന്ന ഒരു ടെൻഡൻസി കൂടിയുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ അവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ മറ്റൊരു ആസ്പെക്ട്, അദ്ദേഹത്തിന് എന്താണ് കോർട്ടിൽ ഒരു കോർട്ട് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ഫിർദൌസി എന്ന് പറയും. കോർട്ട് പോയറ്റ്, ഓതർ ഓഫ് ഷാനമ. ഷാനമ എഴുതിയിട്ടില്ല. ഷാനമ എന്ന് പറഞ്ഞാൽ ആരെ കുറിച്ചായിരിക്കും? ഈ പറയുന്ന മുഹമ്മദ് ഗസ്നിയെ പുകഴ്ത്തി അടിക്കുന്ന ഒരു സാധനമാണ് ഷാനമ എന്ന് പറയുന്നത്. ഓക്കെ, പുള്ളിയെ കുറിച്ചിട്ട് എഴുതിയിരുന്ന ഒരു കാര്യമാണ്. ഫിർദൌസിന് എന്തിരുന്നു ഷാനമ എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ അൽബറൂണി, കിതാബുൽ ഹിന്ദ്, ഇന്ത്യയെ കുറിച്ചുള്ള എവിഡൻസ് ഉള്ള മറ്റൊരു ഭാഗവും അൽബറൂണിന്റെ കാലഘട്ടത്തിലാണ്. അൽബറൂണി ഈസ് ദി കോർട്ട് പോയറ്റ് ഓഫ് ആരാണ്? മുഹമ്മദ് ഗസ്നി. അദ്ദേഹം ഇന്ത്യ വിസിറ്റ് ചെയ്തത് ഈ കാലഘട്ടത്തിലാണ്, ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അതുകൂടി നിങ്ങൾ എക്സാമിനേഷൻ പോലെ ഓർത്തിരിക്കുക. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരാണ് കിതാബുൽ ഹിന്ദ് എന്ന് പറയും. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്നത് പോലെ തന്നെ പഞ്ചാബ് ഉൾട്ടൻ ഭാഗത്ത് ടർക്കികളും അഫ്ഗാനുകളും എന്ത് ചെയ്യുന്നുണ്ട്? താമസം ആക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഹിന്ദു ഷാഹി കിങ്ഡം ഡിസ്ട്രോയ് ചെയ്തു. ആ ഭാഗത്ത് എന്ത് ചെയ്യുന്നു? ഇവര് താമസാക്കുന്നു. ഏകദേശം 1030 സമയത്ത് മുഹമ്മദ് ഗസ്നി മരിക്കുകയാണ്. മുഹമ്മദ് ഗസ്നിക്ക് ശേഷം, മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്നത് ഗസ്നി ഡൈനാസ്റ്റി അല്ലേ? ഗസ്നി ഡൈനാസ്റ്റി വലിയ ഡൈനാസ്റ്റി ആയിരിക്കുമല്ലോ. അവർക്ക് എന്താവാൻ സാധ്യതയുണ്ട്? ഈ പറയുന്നത് പോലെ സാമന്തന്മാരുണ്ടാവാൻ സാധ്യത. അവിടെ സാമന്തൻ ഞാൻ ഉദ്ദേശിക്കുന്ന വേർഡ് മാത്രമാണ്. അത് നമ്മൾ എന്താ പറയുക? വസൽസ് എന്നാണ് പറയുക. ഓക്കെ, ഈ വസൽസിലെ ഒരു പ്രധാനപ്പെട്ട ഗ്രൂപ്പ് ആയിരുന്നു ഘോർ ഗ്രൂപ്പ് എന്ന് പറയും. ഘോറീസ് എന്ന് പറയുന്ന ഗ്രൂപ്പ്. ഓക്കെ, ഇപ്പൊ മുഹമ്മദിന്റെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കും? ഡെഫിനറ്റ്ലി ഇസ്ലാമിക് ഡൈനാസ്റ്റി അവിടെയുള്ള ടർക്കിഷ് ഗ്രൂപ്പ് ആയിട്ടുള്ള മുഹമ്മദ് ഗസ്നിയുടെ ഡൈനാസ്റ്റി എന്ത് ചെയ്യുന്നു? ഡിസ്മാൻഡിൽ ചെയ്യുന്നു. എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? പല പല ആളുകൾ എന്ത് ചെയ്യും? ഈ പറയുന്ന ഇസ്ലാമിക് എംപയർ ഡെവലപ്പ് ആകാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെ ഡെവലപ്പ് ആയിട്ടുള്ള ഡൈനാസ്റ്റിയാണ് ഘോർ ഡൈനാസ്റ്റി എന്ന് പറയും. ഡൈനാസ്റ്റി ഈസ് ഹെഡ് ബൈ മുഹമ്മദ് ഘോറി ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് മുഹമ്മദ് ഗസ്നി. ക്ലിയർ ആണോ ഞാൻ ഇത്രയും പറഞ്ഞത്? അദ്ദേഹത്തിന്റെ ഈ മുഹമ്മദ് ഘോറിയുടെ പേരാണ് മുഹമ്മദീൻ മുഹമ്മദ് എന്ന് പറയും. ഓക്കെ, അതിനാണ് മുഹമ്മദ് ഘോർ എന്നുള്ള ഷോർട്ട് ഫോമിൽ ഇരിക്കുന്നത്. അദ്ദേഹം ഡെഫിനറ്റ്ലി എന്താ മറ്റൊരു കാര്യം എന്തായിരിക്കാം? മുഹമ്മദ് ഗസ്നി ഇന്ത്യയിൽ വന്ന സമയത്ത് ഒരുപാട് പണം ഉണ്ടാക്കിയത് മുഹമ്മദ് ഘോറി കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? അപ്പൊ അദ്ദേഹം എന്ത് ചെയ്യും? ഇന്ത്യയിലേക്ക് അറ്റാക്ക് നടത്താൻ സാധ്യത വീണ്ടും കൂടുതലാണ്. അദ്ദേഹം എന്ത് നടത്തിയിട്ടുണ്ട്? ഏതാണോ മുഹമ്മദ് ഗസ്നിയുടെ പാത്ത്, അതേ പാത്തിലേക്ക് തന്നെ അദ്ദേഹം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഹി ക്യാപ്ചർ മിൽട്ടൺ ആൻഡ് ഓക്യുപ്പൈഡ് സിന്ധ്, ഓൾസോ അറ്റാക്കിംഗ് പഞ്ചാബ് ആൻഡ് ക്യാപ്ചേർഡ് ഗസ്രു മാലിക് ഏരിയാസ്. അപ്പൊ നിങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ ഓർത്തിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പോ അതിന്റെ ലൊക്കേഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം. സെക്കൻഡ്, ഹിയർ കണ്ടോ? ഈ ഭാഗത്തെ അറ്റാക്ക് ചെയ്യുന്നുള്ളൂ അല്ലേ? ഈ ഭാഗത്താണ് ഒരു അറ്റാക്കിംഗ് വരുന്നത്. അത്രയും ഭാഗത്താണ് ഈ പറയുന്ന മുഹമ്മദ് ഘോറി ആണെങ്കിലും മുഹമ്മദ് ഗസ്നി ആണെങ്കിലും അറ്റാക്ക് ചെയ്തിട്ട് നിന്നിരുന്ന സമയം എന്ന് പറയുന്നത്. ഒരിക്കലും എന്ത് ചെയ്തിട്ടില്ല? കാശ്മീരിലേക്ക് വന്നില്ലേ ഇവിടെ. ഓക്കെ, ഒരിക്കലും എന്ത് ചെയ്യില്ല? ഇവിടെ സ്റ്റേബിൾ ആയിട്ട് നിന്നിട്ടില്ല. പക്ഷേ മുഹമ്മദ് ഗസ്നിയെ പോലെയുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നില്ല മുഹമ്മദ് ഘോറിക്ക്. മുഹമ്മദ് ഘോറിന്റെ ചിന്താഗതി വ്യത്യാസമായിരുന്നു. മുഹമ്മദ് ഘോറി ചിന്തിച്ചത് എന്താ? എന്തിനാ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്യുന്നത്? എന്റെ ഒരാളവിടെ നിർത്തിയാൽ പോരെ, അപ്പൊ ടാക്സും കാര്യങ്ങളൊക്കെ കിട്ടത്തില്ലേ എന്നൊരു ചിന്താഗതി മുഹമ്മദ് ഘോറിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ മുഹമ്മദ് ഘോറിക്ക് ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പേടിയായിരുന്നു. മുഹമ്മദ് ഗസ്നിയെ പോലുള്ള അത്രയും വലിയ ആർമി മുഹമ്മദ് ഘോറിക്ക് ഉണ്ടാവും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല. ബിക്കോസ് മുഹമ്മദ് ഗസ്നി എന്ന് പറയുന്നത് വലിയൊരു ഡൈനാസ്റ്റി, ഗസ്നി ഡൈനാസ്റ്റിയാണ്. അതിനൊരു പാർട്ട് മാത്രമാണ് ഗോറി ഡൈനാസ്റ്റി. ഒരുപാട് എണ്ണം ഡിസ്മാൻഡ് ചെയ്തപ്പോൾ ഇതും ഡിസ്ഇന്റഗ്രേറ്റ് ചെയ്ത് വന്നു. അതിനുശേഷം ഗോറി കൊണ്ട് വന്നു. അപ്പോൾ അദ്ദേഹത്തിന് ധൈര്യമൊന്നുമില്ല അറ്റാക്ക് ചെയ്യാൻ. ആ ഒരു സമയത്താണ് പുള്ളിക്ക് എന്ത് ചെയ്യുന്നത്, ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യയിലേക്ക്, അതായത് പ്രോപ്പർ ഇന്ത്യ എന്ന് പറഞ്ഞ പോർഷനിലേക്ക്, നമ്മളിപ്പോൾ പറയുന്ന സിന്ധ് ആണെങ്കിലും ബ്രിട്ടൻ ആണെങ്കിലും ഏത് ഭാഗത്താണ് വരുന്നത്, കറണ്ട് പാകിസ്ഥാന്റെ ഭാഗത്താണ്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് തന്നെയാണ്. ഇന്ത്യയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഒരു സ്പേസ് കിട്ടുന്നത് ദാറ്റ് വാർ ഇസ് നോൺ ആസ് പൃഥ്വിരാജ് ചൗഹാൻ വാർ. കേട്ടിട്ടുണ്ടോ? ബാറ്റിൽ ഓഫ് ടെറൈൻ. ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് എന്നുള്ളത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ വാറിന്റെ പ്രത്യേകത എന്താണ് എന്നുള്ളത് കാര്യങ്ങളൊക്കെ? എങ്ങനെയായിരുന്നു ആ വാറ് വന്നിരുന്നത്? പൃഥ്വിരാജ് ചൗഹാന്റെ ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞു, എങ്ങനെ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു, ഏത് രീതിയിലാണ് വന്നത്, എന്താണ് അതിന്റെ മെയിൻ ആസ്പെക്ട് എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റോറി ബേസിൽ ഏത് ഡൈനാസ്റ്റി ആയിരുന്നു ഉണ്ടായിരുന്നത്? ഗഹഡവാലാസ് ഓഫ് കനൂജ് എന്ന് പറയുന്ന സൂര്യവംശി ക്ഷത്രിയ എന്ന് പറഞ്ഞൊരു ഡൈനാസ്റ്റി ഉണ്ട്. ഓക്കെ, ചന്ദ്രദേവാണ് എന്റെ ഫൗണ്ടർ. ജയചന്ദ്ര എന്ന് പറയുന്ന ആളാണ് അടുത്ത പ്രധാനപ്പെട്ട റൂളർ. ഈ ജയചന്ദ്രന്റെ മകളായിട്ടുള്ള സംയുക്തയും പൃഥ്വിരാജ് ചൗഹാനും തമ്മിൽ പ്രേമായിരുന്നു, പ്രണയം. ഒളിച്ചോടുന്നു, അവർ കല്യാണം കഴിക്കുന്നു. ഇത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ഈ പറയുന്ന ജയചന്ദ്രക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു രജപൂത്തിൽ ഹൈലി കാസ്റ്റ് സിസ്റ്റം കോൺസെപ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ റാഥോർ ക്ലാനിലുള്ള സൂര്യവംശി ക്ഷത്രിയായിട്ടുള്ള എന്റെ മകളുടെ കൂടെയാണല്ലോ ഇയാൾ ഒളിച്ചോടി എന്നുള്ള ടെൻഡൻസിയും ഏത് സമയത്ത് യുദ്ധത്തിന് മരിക്കാൻ സാധ്യതയുള്ള പൃഥ്വിരാജ് ചൗഹാനെയും സിറ്റുവേഷൻ പുള്ളിക്ക് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ഈഗോ കൈൻഡ് ഓഫ് കോൺസെപ്റ്റ് ഉണ്ടല്ലോ. ഓക്കെ, ആ ഒരു കാര്യം അവിടെ ഡെവലപ്പ് ആവുന്നു. പുള്ളി എന്ത് ചെയ്യുന്നു, ഒരാളെ വിളിച്ചു വരുത്തുന്നു. അയാളുടെ പേരാണ് മുഹമ്മദ് ഗോറി. മുഹമ്മദ് ഗോറി ഇസ് വെയിറ്റിംഗ് ഫോർ എൻ ഓപ്പർച്യൂണിറ്റി ടു അറ്റാക്ക് ഇൻ മെയിൻ ലാൻഡ് ഓഫ് ഇന്ത്യ. ക്ലിയർ? അതുകൊണ്ടാണ് ചെയ്യുന്നത് ഇവിടെ അറ്റാക്ക് വരുന്നത്. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം എന്തുകൊണ്ട് ടെറൈൻ എന്ന് പറഞ്ഞ റീജിയൻ ഹരിയാന റീജിയൻ ആണ്. ടെറൈൻ എന്ന് പറഞ്ഞ റീജിയന്റെ പ്രത്യേകത ഹരിയാനയിലേക്ക് നിങ്ങൾ എത്തിയാൽ മനസ്സിലാവും. അതായത് ആ ഹില്ലി ഏരിയ കഴിഞ്ഞിട്ട് ഒരു പ്ലെയിൻ ഏരിയ വരുന്ന ഒരു ഭാഗമാണ് ടെറൈൻ എന്ന് പറയുന്നത്. ഓക്കെ, 2-3 പ്രത്യേകതകൾ, അഡ്വാൻറ്റേജുകൾ വരും ആ ഹില്ലി ഏരിയ വരുന്ന ആൾക്കാർക്ക്. ഒന്ന്, ഹില്ലി ഏരിയ വരുന്ന സമയത്ത് താഴോട്ട് നോക്കുമ്പോൾ എന്താണ് അവിടുത്തെ പൊസിഷൻ എന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അത് കൂടാതെ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു തന്നൊരു ഭാഗം കൂടി ഉണ്ട്. ദിസ് ഇസ്, അതായത് സിന്ധ് ഏരിയ പിടിച്ചെടുത്ത്, ബ്രിട്ടൻ പിടിച്ചെടുത്തു, ഈ ഭാഗങ്ങളൊക്കെ പിടിച്ചെടുത്തിന്റെ ഭാഗത്ത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഫോർ എക്സാമ്പിൾ ഹിയർ ഇവിടെ പിടിച്ച സമയത്ത് ഇതൊക്കെ ആരുടെ കൺട്രോളിലാണ് നിൽക്കുന്നത്? മുഹമ്മദ് ഗോറിന്റെ കൺട്രോൾ തന്നെയല്ല. അപ്പൊ അദ്ദേഹത്തിന് ഇവിടെ ഓൾറെഡി അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് ഉണ്ട്. അദ്ദേഹം ഈ ഭാഗത്തേക്കാണ് വരാൻ സാധ്യതയുള്ളത്. അവിടെയാണ് ചൗഹാൻ കിണ്ണം വരുന്നത്. ചൗഹാൻ കിണ്ണത്തിന്റെ ഭാഗത്താണ് ഹരിയാനയിലെ ടെറൈൻ എന്ന് പറയുന്നത്. ഈ ഓട്ടോമാറ്റിക്കലി എന്താണ്, പുള്ളി റൈഡ് ചെയ്ത് ഈ ഭാഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ വരുന്നത്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈൻ നടക്കുമ്പോൾ പൃഥ്വിരാജ് ചൗഹാൻ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, മുഹമ്മദ് ഗോറിയെ അതിനകത്ത് പരാജയപ്പെടുത്തുന്നു. 1191 എന്ത് ചെയ്യുന്നത്, ആ വാർ നടക്കുന്നത് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ. മുഹമ്മദ് ഗോറി ഓടിപ്പോകുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു, അവർ കഥയും പറഞ്ഞു നിങ്ങളോട്. ഹിന്ദു രീതി അനുസരിച്ചിട്ട് ഒരാൾ പുറംതിരിഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയാറ്. ഓക്കെ, പിന്നെ അദ്ദേഹത്തിന് യുദ്ധം ചെയ്ത് തോൽപ്പിക്കുന്നില്ല. ഓക്കെ, അദ്ദേഹം എന്ത് ചെയ്തു, ഒന്നുകൂടി അദ്ദേഹത്തിന്റെ ആർമി സ്ട്രോങ് ആക്കുന്നു. രണ്ടാമത്തെ ബാറ്റിൽ വരുന്നു ബാറ്റിൽ ഓഫ് ടെറൈൻ, സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈൻ 1192 കാലഘട്ടത്തിൽ. ഓക്കെ, ഈ ഒരു ബാറ്റില് ഹ്യൂമിനേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന രീതിയിൽ തോൽപ്പിക്കുന്നു. അദ്ദേഹം വരുന്ന ഭാഗത്തൊക്കെ സീരിയസ് ആയിട്ട് ആൾക്കാരെ കൊന്നുകളയാണ് ചെയ്യുന്നത്. അത്രയും ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കൊന്നുകളയുന്നത്. അത്രയും വലിയൊരു ലാർജ് ആർമിയായിട്ടാണ് പുള്ളി വരുന്നത്. അങ്ങനെ പൃഥ്വിരാജ് ചൗഹാനെ എന്ത് ചെയ്യുന്നു, പിടിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, അതിന് 2 കണ്ണും ചൂന്നെടുക്കുന്നു. പൃഥ്വിരാജ് രാസു എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ചാന്തു ബർദ എന്ന കഥയൊക്കെ ഞാൻ അവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യമില്ല. ആ ഭാഗം ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണത്. ഓക്കെ, സോ അവിടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതാണ്. അങ്ങനെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടെറൈനിൽ പൃഥ്വിരാജ് ചൗഹാനെ പരാജയപ്പെടുത്തിയിട്ട് മുഹമ്മദ് ഗോറി എന്ത് ചെയ്യുന്നു, അവിടെ അദ്ദേഹത്തിന്റെ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു. ഓക്കെ, ഞാൻ പറഞ്ഞതിന്റെ റീസൺ മനസ്സിലായോ? കാരണം മുഹമ്മദ് ഗസ്നി ആണെങ്കിൽ അദ്ദേഹം തിരിച്ചു പോയനെ യുദ്ധം ചെയ്തിട്ട്, അല്ലേ? അത് ഇത്രയും റിസ്ക് ഒന്നും എടുക്കില്ല. മുഹമ്മദ് ഗോറിക്ക് അവിടെ നിന്നുകൊണ്ട് അവിടെ തന്നെ സമ്പാദ്യങ്ങൾ മാക്സിമം കിട്ടുക എന്നുള്ളതാണ്. ടാക്സും കാര്യങ്ങളും കിട്ടില്ല. അപ്പൊ എന്റെ രാജ്യം മുന്നേ എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കില്ല. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വരാൻ ബുദ്ധിമുട്ടാണ്. മടിയനായിരിക്കും എന്ന് വിചാരിക്കാം നമുക്കാണെങ്കിൽ. നമുക്ക് അങ്ങനെ ചിന്തിക്കാം. നിങ്ങൾ അത് ഓർത്തിരിക്കണേ. തെങ്ങാനി എക്സാമിനേഷൻ ചോദിച്ചാൽ എന്നുള്ളതാണ്. അപ്പോൾ മുഹമ്മദ് ഗോറി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു സ്ലേവ് ഉണ്ട്. അപ്പോൾ ടർക്കിഷ് ആറ്റിറ്റ്യൂഡിൽ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ സ്ലേവുകളെ എടുത്ത് വളർത്തും. സ്ലേവുകൾ എടുത്ത് വളർത്തിയിട്ട് അവരെ എന്താക്കും, സ്ട്രോങ് ആയിട്ട് ഡെവലപ്പ് ചെയ്യും. അവരായിരിക്കും എന്ത് ഉണ്ടാവുക, അവിടുത്തെ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നുണ്ടാവും. സോ പുള്ളി എന്ത് ചെയ്യും, ഈ പറയുന്നത് പോലെ തന്നെ കമാൻഡറായിട്ട് ലേറ്റർലി വരും. അപ്പോൾ എന്തായിരിക്കും, ഈ സ്ലേവ് എപ്പോഴും എന്തായിരിക്കും, ഒബേ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതുപോലൊരു സ്ലേവ് ആയിരുന്നു കുത്തബ്ബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഒരാള്. ആൻഡ് ട്രസ്റ്റഡ് സ്ലേവ് ഓൾസോ. അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന മീററ്റ് ഡൽഹി ഭാഗത്തുള്ള സ്ഥലത്ത്, ഏകദേശം അദ്ദേഹം ഞാൻ പറഞ്ഞ ഹരിയാന ഭാഗത്താണ്. ഓക്കെ, ഇവിടെ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിനെ കമാൻഡറായിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു, ജനറൽ ആയിട്ട് അപ്പോയിന്റ് ചെയ്യുന്നു. അതായത് മുഹമ്മദ് ഗോറിയുടെ ജനറൽ ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്യുന്നു, ഈ പറഞ്ഞ കുത്തബ്ബുദ്ദീൻ ഐബക്കിനെ അപ്പോയിന്റ് ചെയ്യുന്നു. ഈ ഐബക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു കമാൻഡറാണ്, നല്ലൊരു ജനറലാണ്. അദ്ദേഹം എന്ത് ചെയ്യുന്നു, അറ്റാക്ക് ചെയ്ത് ഡൽഹിയും മീററ്റും പിടിച്ചെടുത്തിട്ട് ആ ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു, ഗോറി എംപയറിന്റെ ഭാഗം എക്സ്പാൻഡ് ചെയ്യുന്നു.
ഓക്കെ, ഈ സമയത്താണ് 1193 എന്ത് സംഭവിക്കുന്നത്? ഈ ഗഹഡവാലാസ് ഓഫ് കനൂജിൽ ജയചന്ദ്രൻ ഞാൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, ആ സമയത്ത് ആ ഏരിയ കൂടി പിടിച്ചെടുക്കാൻ വളരെ എളുപ്പമാണെന്ന് ഈ പറയുന്നത് പോലെ തന്നെ കമാൻഡർ ആയിട്ടുള്ള കുത്തബുദ്ദീൻ ഐബക്ക് മുഹമ്മദ് ഗോറിയോട് പറയാണ്. ആ സമയത്ത് മുഹമ്മദ് ഗോറിയോട് പറയുന്നു, ഒരിക്കലും കുത്തബുദ്ദീൻ ഐബക്കിന് ഒറ്റയടിക്കാൻ സ്ഥലം പിടിച്ചെടുക്കാൻ സാധിക്കില്ല, കാരണം അദ്ദേഹത്തിന് അത്രയും വലിയ ആർമി അവിടെ ഡെവലപ്ഡ് അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ആരുടെ സാഹചര്യം മുഹമ്മദ് ഗോറി വീണ്ടും തിരിച്ചു വരുന്നു. മുഹമ്മദ് ഗോറിയും ജയചന്ദ്രനും തമ്മിലുള്ള വാർ നടക്കുന്നു. ദാറ്റ് ബാറ്റിൽ ഇസ് നോൺ ആസ് ബാറ്റിൽ ഓഫ് ചന്ദവാർ. ഓക്കെ, 1193 കനൂജ് ഏരിയയും എന്ത് ചെയ്യുന്നു, ഈ പറയുന്നത് പോലെ തന്നെ മുഹമ്മദ് ഗോറി ഘോർ ഡൈനാസിയുടെ പാർട്ടായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊണ്ടുവരുന്നു. ഇത്രയും ഭാഗം ഞാൻ പറഞ്ഞത് ഓക്കെ ആണോ? നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ? ഓക്കെ, ഇത്ര ഭാഗം ക്ലിയർ ആണോ? ഡൽഹി സുൽത്താനേറ്റ് ഞാൻ എടുക്കുന്നില്ല, പക്ഷെ ഞാൻ എന്റെ സ്റ്റാർട്ടിങ് പറയാം. ഓക്കെ, അങ്ങനെ എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന സീരീസ് സെറ്റ് ബാക്ക് രജിപുത്തിൻ ഡൈനാസ്റ്റിക് കട വരുന്നു. ഓക്കെ, മുസ്ലിം കിങ്ഡംസ് ഇവിടെ എന്ത് ചെയ്യുന്നു, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അജ്മീറിന്റെ ഭാഗത്ത് ഞാൻ പറഞ്ഞു. ഓക്കെ, അതേപോലെ തന്നെ 1993 ഈ പറഞ്ഞ ജയചന്ദ്രട്ട് വാർ നടക്കുന്നു. ബാറ്റിൽ ഓഫ് ചന്ദേവാർ എന്ന് പറഞ്ഞ വാർ വരുന്നു. ആ ഏരിയ എന്ത് ചെയ്യുന്നു, അദ്ദേഹം കൺട്രോൾ ചെയ്യുന്നു. ഞാൻ വീട്ടിൽ നാളെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പിന്നെ തിരിച്ചു പോകുന്ന സമയത്ത് മുഹമ്മദ് ഗോറി മരിച്ചു പോവാണ്. ആ സമയത്ത് എന്തായിരിക്കാം, ഇനി വേറെ ഇതൊന്നുമില്ല, ആവശ്യങ്ങളൊന്നുമില്ല. ഡെഫിനറ്റ്ലി എന്തായിരിക്കാം, ബാറ്റിൽ ഓഫ് ചന്ദേവാർ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് കുത്തബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്യും, അവിടെ ഒരു പുതിയ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യും. ബിക്കോസ് അവിടെ ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പൊ ആ ഡൈനാസ്റ്റിന്റെ പേരാണ് ഡൽഹി സുൽത്താനേറ്റ് എന്ന് പറയുന്നത്. 1206 എന്ത് ചെയ്യുന്നത്, ആ ഡൈനാസ്റ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. 1206 മുതൽ 1526, അതായത് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് പാർട്ട് ഓഫ് ദി ഡൽഹി സുൽത്താനേറ്റ്. ഇത്രയും ഭാഗം നിങ്ങൾക്ക് കണക്റ്റഡ് ആണോ? ഞാൻ പറഞ്ഞ ഭാഗം എന്തെങ്കിലും സംശയങ്ങളുണ്ടോ ചോദിക്കാം. ക്ലിയർ? ഇത്രയും ഭാഗം ഓക്കെ ആണോ?